അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള ബഹുമാന്യനായ KT ഹംസ മുസ്ലിയാർ അവർകൾ, നമ്മളോട് ഇപ്പോൾ സംസാരിച്ച സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഏറ്റവും ആദരണീയനായിട്ടുള്ള പണ്ഡിതൻ MT അബ്ദുള്ള മുസ്ലിയാർ അവർകൾ, ഇവിടെ സന്നിധരായിട്ടുള്ള SKMMAയുടെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി അവർകൾ, K മോയിൻകുട്ടി മാസ്റ്റർ അവർകൾ, KK തങ്ങൾ വെട്ടിച്ചിറ, PK ഷാഹുൽ ഹമീദ് മാസ്റ്റർ അവർകൾ, KM കുട്ടി എടക്കുളം അവർകൾ, ഇബ്നു ആദം അവർകൾ, KP കോയ അവർകൾ, പോലെ ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ കാലിക പ്രസക്തമായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് നാം ഇന്ന് ചർച്ചക്കെടുത്തിരിക്കുന്നതും അതിൻ്റെ വിഷയാവതരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കേട്ടു ബഹുമാന്യനായ MT ഉസ്താദ് നമ്മളെ അടുത്തുള്ള എന്ത് ആഹ്വാനമാണ് നടത്തിയത്, എന്ത് കാരണം കൊണ്ടാണ് ആ ആഹ്വാനം നടത്തിയതെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ പോയിരുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ജന്മഗൃഹം കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അവസരം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു, ഈ മുറിയിലിരുന്നിട്ടാണ് ഖായിദെ മില്ലത്ത് ഭരണഘടനയുടെ 30-ാം അനുച്ഛേദം എഴുതിയത് എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ഖായിദെ മില്ലത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗമായിരുന്നു എന്നുള്ളത്. അനുച്ഛേദം 30 എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം എഴുതിയ അതേ രീതിയിൽ ചിലപ്പോൾ ഭരണഘടനയിൽ വന്നിട്ടുണ്ടാവില്ല. കാരണം ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്തിട്ടാണ് ഓരോ അനുച്ഛേദവും ഭരണഘടനയിലേക്ക് വരുന്നത്. പക്ഷേ ഖായിദെ മില്ലത്ത് എന്ത് സംഭാവനയാണ് നമ്മളുടെ ഭരണഘടനയ്ക്ക് നൽകിയതെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മളുടെ ഭരണഘടനയുടെ നമുക്ക് കിട്ടിയ മൗലികാവകാശം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. രണ്ട് വിചാരധാരയായിരുന്നു ആ സമയത്ത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ രണ്ട് വിചാരധാരയുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും കൂടി ഒറ്റ നിയമം മതി, അത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം മതി, അതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള വിചാരധാരയും, മറുവിചാരധാര എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് വൈവിധ്യമാണ്, വൈവിധ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ വസിക്കുന്ന ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മതങ്ങൾ, മതാചാര പ്രകാരം ജീവിക്കാനുള്ള ഒരു അവകാശം, ആ അവകാശം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ തന്നെ ക്യാരക്ടർ ഇല്ലാതെയായി പോകും എന്നുള്ള വാദമായിരുന്നു മറുവിചാരധാരയുടെ. ഒരുപാട് ചർച്ചകൾ നടന്നു. ചർച്ചകൾക്ക് അവസാനമാണ് ഈ രണ്ടാമത്തെ വിചാരധാരയാണ് ശരി എന്ന് പറഞ്ഞ് അവരുടെ ആ വാദമാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നതും മതാചാര പ്രകാരം ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 25-ഉം 26-ഉമായിട്ട് ഭരണഘടനയിൽ അന്തിമമായിട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും ഇവിടെ അദ്ദേഹത്തിൻ്റെ മതം എന്താണ് പറയുന്നതനുസരിച്ചിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ഭരണഘടന തന്നിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു അവകാശമാണ്, മൗലികാവകാശമാണ്. അപ്പോൾ ഏതൊരു നിയമം പിന്നെ ഇവിടുത്തെ പാർലമെന്റ് ആയാലും അതേപോലെ സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കിയാലും ഈ പറയുന്ന മൗലികാവകാശങ്ങളുടെ ചുവരുകൾക്കുള്ളിൽ തന്നെയായിരിക്കണം. അതായത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികാവകാശം ഒരു കോട്ടം പോലും തട്ടാത്ത രീതിയിലായിരിക്കണം ഏത് നിയമം വന്നു കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാകേണ്ടത്. അതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം എന്ന് പറയുമല്ലോ. അതായത് ഒരാളുടെ മതത്തിന്റെ അല്ലെങ്കിൽ മതാചാരത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഒരു നിയമസഭയോ അല്ലെങ്കിൽ പാർലമെന്റോ പാസ്സാക്കുന്നതെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങൾ കോടതിക്ക് കൊടുത്തിരിക്കുന്നതിന്റെ കാരണങ്ങൾ അതാണ്. കാരണം ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഒരു നിയമവും പാടില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില നിയമങ്ങളെങ്കിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഭരണഘടനയ്ക്ക് പുറത്തു പോയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി.
ഞാനിപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. പൗരത്വ നിയമം ആദ്യം വന്നു, നമ്മളെല്ലാവരും പ്രതിഷേധിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത്? പൗരത്വ നിയമം എന്ന് പറയുന്നത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നൊരു നിയമമാണ്. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ നിയമത്തിൽ അഭയാർത്ഥികളായിട്ട് കണ്ടില്ല. അഭയാർത്ഥികളെ ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും ജൈനൻ അഭയാർത്ഥിയായിട്ടും സിഖ് അഭയാർത്ഥിയായിട്ടും അങ്ങനെ 6 മതങ്ങളിലെ അഭയാർത്ഥികളായിട്ട് കണ്ടു. ഈ പറയുന്ന 6 മതവിഭാഗങ്ങളിൽ വരുന്ന അഭയാർത്ഥികളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ എന്ന് പറയുന്നൊരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു നിയമമാണ് ഇവിടെ പാസ്സാക്കുന്നത്. നമ്മളെന്താണ് കോടതിയുടെ അടുത്ത് പറഞ്ഞത്? ഈ മതങ്ങളുടെ ലിസ്റ്റ് ആ നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റൂ, അതോടുകൂടി ആ നിയമം ശരിയായി. എല്ലാ അഭയാർത്ഥികൾക്കും നിങ്ങൾ പൗരത്വം നൽകൂ, നമുക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ആ പറയുന്ന മതങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒരു മതത്തെ മാത്രമാണ് മാറ്റി നിർത്തിയത്, ആ മതത്തിന്റെ പേരും കൂടി അവിടെ ചേർക്കൂ, അപ്പോഴും പ്രശ്നമില്ല. പക്ഷെ ഇത് രണ്ടും അവർക്ക് സ്വീകാര്യമല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാനദണ്ഡമാക്കിയൊരു നിയമം, അതായത് ഭരണഘടന എന്ത് നിഷേധിച്ചിട്ടുണ്ടോ അത് വെച്ചിട്ടുള്ള അത് മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു നിയമം. ആ നിയമം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം പാസ്സായ നിയമം നമ്മൾ ആ കോടതിയും കൂടി അത് പാസ്സാക്കി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയിൽ ഒന്നാണ്. അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലൊരു നിയമമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അതിനെതിരെ നമ്മൾ ശക്തിയായി പ്രതികരിച്ചത്. അതിപ്പോഴും കോടതിയിലിപ്പോൾ ആ കേസ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ശക്തിയായിട്ട് അതിന്റെ പുറകിൽ തന്നെയുണ്ട്. അതിനുശേഷം വന്നൊരു നിയമനിർമ്മാണമാണ് മുത്തലാഖിനെ കുറിച്ചുള്ള നിയമനിർമ്മാണം. മുത്തലാഖ് ശരിയാണോ അല്ലേ എന്നുള്ള ചർച്ചയല്ല. ഒരു മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തിന്റെ വിവാഹ മോചന രീതിയാണ്. മുത്തലാഖ് അസാധുവാണെന്ന് പറഞ്ഞ നിയമമാണ് വന്നത്. അസാധുവാണ് എന്ന് പറഞ്ഞ നിയമം, അതായത് നിങ്ങളിപ്പോ 3 പ്രാവശ്യം തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പോലും അത് സാധുവല്ല, നിയമപ്രകാരം സാധുവല്ല. പക്ഷേ അങ്ങനെ മൊഴിഞ്ഞ ഒരാൾക്ക്, അതായത് 3 ത്വലാഖ് മൊഴിഞ്ഞ ഒരാൾക്ക് ജയിൽ ശിക്ഷ നൽകും. അപ്പം 3 ത്വലാഖ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹമോചനമില്ല, നിങ്ങൾ ഇപ്പോഴും ഭർത്താവും ഭാര്യയും തന്നെയാണ്. പക്ഷേ അത് മൊഴിഞ്ഞെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഭർത്താവിനെ, അപ്പോഴും നിയമപരമായിട്ടുള്ള ഭർത്താവിനെ 3 വർഷം ജയിലിലിടുന്ന ഒരു പ്രത്യേക നിയമമാണ് ഈ മുത്തലാഖ് നിയമത്തിൽ കൊണ്ടുവന്നത്. നമുക്കറിയാം മറ്റുള്ള സമുദായങ്ങളിലെല്ലാം വിവാഹമോചന രീതികളുണ്ട്. ആ വിവാഹമോചന രീതികൾ പലതരത്തിലുള്ള നടപടിക്രമങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അങ്ങനെ നടപടിക്രമങ്ങൾ വീഴ്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആർക്കും ജയിലൊന്നുമില്ല. അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലായിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള ഒരു ശിക്ഷയുണ്ടാകും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ജയിൽ ശിക്ഷയല്ല, വല്ല പെനാലിറ്റി ഉണ്ടാവും, ഫൈൻ ഉണ്ടാവും, അത്രമാത്രം. അപ്പോൾ ഒരു സമുദായത്തെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ നിയമങ്ങൾ സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ, അങ്ങനെ വരുന്ന 3ാമത്തെ ഒരു നിയമമാണ് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവിലേക്കുള്ള സമർപ്പണമാണ്. നെയ്യത്തോടു കൂടി ഒരാൾ അള്ളാഹുവിലേക്ക് തന്റെ വസ്തുക്കൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വഖഫായി മാറി എന്നാണ് നമ്മളുടെ മതം പഠിപ്പിക്കുന്നത്. പക്ഷെ മതം എന്ത് പഠിപ്പിക്കുന്നോ അതിന്റെ ഘടകവിരുദ്ധമായിട്ടുള്ളൊരു നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. പാർലമെന്റ് പറയുന്നു നിങ്ങളുടെ മതം എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങൾ പറയുന്നതനുസരിച്ചുള്ള നിയമമേ ഇവിടെ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പാർലമെന്റ് പറയുന്നു. അങ്ങനെ പാർലമെന്റിന് പറയാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. പാർലമെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞ കാരണം, മതപരമായിട്ടുള്ള കാര്യങ്ങളും മതപരമായിട്ടുള്ള ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശം നമുക്ക് തന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരു വിശ്വാസി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇന്ത്യയുടെ നിയമം അത് തന്നെയായിരുന്നു. 2025 ഏപ്രിൽ മുമ്പ് വരെയുള്ള ഇന്ത്യൻ നിയമവും അത് തന്നെയായിരുന്നു.
നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ഭരണഘടനയാണിത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന വഖഫ് നിയമത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വസ്തു കൈകാര്യം ചെയ്യാനുള്ള ബോർഡിൽ അവിശ്വാസികളായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൊണ്ട് കുത്തി നടക്കാവുന്ന രീതിയിലുള്ള ഒരു പുതിയ നിയമം. നമുക്കറിയാം, എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും അവരുടേതായിട്ടുള്ള ഇതുപോലത്തെ ബോർഡുകളുണ്ട്. അങ്ങനത്തെ ഒരു ബോർഡിലും മറ്റുള്ള മതവിഭാഗക്കാരെ അവരെ കയറ്റാൻ പാടില്ല എന്നാണ് നിയമം. നമുക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല, അത് ശരിയുമാണ്. ഇപ്പൊ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ എന്താണ് നടക്കേണ്ടത് എന്നുള്ളത് ഒരു ഹൈന്ദവ സഹോദരന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ അവിടെ ഒരു റോളുള്ളൂ. അതേപോലെ തന്നെ ഗുരുദ്വാരയുടെ കാര്യത്തിൽ, ഒരു ഗുരുദ്വാരയിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്, എന്തെല്ലാമാണ് അവിടെ നടത്തേണ്ടത് എന്നുള്ളത് ഒരു സിഖ് സഹോദരന് മാത്രമേ അറിയുകയുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ ആ ബോർഡിൽ അംഗമാവാൻ പാടുകയുള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു ഇസ്ലാം മതത്തിന്റെ കാര്യത്തിലും, അങ്ങനെ തന്നെയായിരുന്നു വഖഫ് ബോർഡുകളുടെ കാര്യത്തിലും. പക്ഷേ ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് ഇവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങളെയും കയറ്റാമെന്ന് മാത്രമല്ല, ആ നിയമം എഴുതിയിരിക്കുന്നതനുസരിച്ചിട്ട് ഭൂരിപക്ഷം വരെ വേണമെങ്കിൽ അമുസ്ലിങ്ങളാകാം എന്നുള്ള തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ നിയമം, അതായത് ഇസ്ലാമിക തത്വങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ നമുക്ക് ഇവിടെ അവകാശം തന്നിരിക്കുന്ന നമ്മളുടെ ഭരണഘടനയുടെ മൗലികാവകാശം, ആ മൗലികാവകാശത്തിന് കോട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ആ നിയമം എന്ന് പറയുന്നത് അസാധുവായിട്ടുള്ളൊരു നിയമമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഏത് നിയമവും പാസ്സാക്കാം. നമ്മളെല്ലാം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ ഭൂരിപക്ഷം അവിടെ നമ്പറുകൾക്ക് മാത്രമാണ് പ്രസക്തി. ആ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് കോടതിയുടെ മുന്നിലാണ്. അതുകൊണ്ടാണ് കോടതിയുടെ മുന്നിലുള്ള ഈ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ നിയമത്തെ സംബന്ധിച്ച് നമുക്കറിയാം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. 2013 അവസാനമായിട്ട് വഖഫിന്റെ ഒരു നിയമം വന്നത്. ആ നിയമം വരുന്നതിന്റെ മുമ്പ് അതിന്റെ അടിസ്ഥാനമായിട്ട് 3 രേഖകൾ ഉണ്ടായിരുന്നു. ഒന്ന്, സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു അധ്യായം മുഴുവൻ വഖഫിനെ സംബന്ധിച്ചുള്ള ഒരു അധ്യായമാണ്. അതിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഒരുപാട് വഖഫ് ഭൂമികൾ ബാക്കിയുള്ളവരുടെ കയ്യേറ്റത്തിലാണ്. ആ കയ്യേറ്റമെല്ലാം മോചിപ്പിച്ച് വഖഫ് ഭൂമികളെ തിരിച്ച് വഖഫ് ബോർഡിന്റെ അടുത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് അതിന്റെ സംക്ഷിപ്ത രൂപം. അതിനകത്ത് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 1970 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഒരു കത്ത്, അതായത് സംസ്ഥാനങ്ങൾക്ക് അയച്ചൊരു കത്ത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ അനക്സ് ചെയ്തിട്ടുണ്ട്. ആ കത്തിൽ ഇന്ദിരാഗാന്ധി പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകൾക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ, അതായത് സംസ്ഥാനങ്ങളും സംസ്ഥാനേതര ഏജൻസികളും കൈവശം വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ ഉടനടി വഖഫ് ബോർഡുകൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ മൂല്യം കണക്കാക്കിയിട്ട് ആ മൂല്യം വഖഫ് ബോർഡിൽ അടക്കണമെന്ന് 1970 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തുകൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ തെളിവ് എന്താണുള്ളത്? വഖഫ് സ്വത്തുക്കളെല്ലാം കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ ഒരു പ്രധാനമന്ത്രി അയച്ചിരിക്കുന്ന കത്തിനേക്കാൾ വലിയ തെളിവ് എന്താണുള്ളത്? അപ്പൊ ഇങ്ങനത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മിറ്റി ഒരു ശുപാർശ ചെയ്തു. അതായത് ഇപ്പോഴത്തെ നിയമം ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റിയ നിയമങ്ങളല്ല, അതുകൊണ്ട് നിയമം ശക്തമാക്കണമെന്ന് പറഞ്ഞ് ഒരു ശുപാർശ നൽകി. ഈ ശുപാർശ അന്നത്തെ സർക്കാർ അംഗീകരിച്ചു, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഈ ശുപാർശ അംഗീകരിച്ചതിന് ശേഷം എന്താണ് ചെയ്തത് സർക്കാർ? ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC രൂപീകരിച്ചു.
അതായത് നിയമനിർമ്മാണത്തിന് മുമ്പ് ഒരു JPC. സച്ചാർ കമ്മിറ്റി ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വേണമോ അല്ലെങ്കിൽ ഒരു ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് JPC പരിശോധിക്കട്ടെ. JPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായിട്ടുള്ള 31 അംഗങ്ങളാണ്, 31 MP-മാരാണ് JPC-യിലുള്ളത്. പ്രതിപക്ഷമുണ്ടാകും, ഭരണപക്ഷവും ഉണ്ടാകും. ഈ JPC-ക്ക് കൊടുത്ത ഈ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് JPC ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് എല്ലാവരുമായിട്ട് അവരുടെ കൺസൾട്ടേഷൻ എല്ലാം നടത്തിയതിന് ശേഷം അവരൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പ്രകാരവും ഇപ്പോഴത്തെ വഖഫ് നിയമത്തിൽ പല ന്യൂനതകളുമുണ്ട്, ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞ അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ശുപാർശ കൊടുത്തു. അതിലും നിന്നില്ല. സർക്കാർ വിചാരിച്ചു മൂന്നാമതൊരു കമ്മിറ്റിയെയും കൂടി നിയോഗിക്കാം, അവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുള്ളൂ. മൂന്നാമതൊരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ചു. പ്രൊഫസർ റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പൊ അവരുടെ മുമ്പിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമുണ്ട്, ഈ JPC റിപ്പോർട്ടുമുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടുകളും അവരെ നോക്കിയിട്ട് ഈ ഹൈ ലെവൽ കമ്മിറ്റിയും പറഞ്ഞു, അതെ ഇവർ പറഞ്ഞത് ശരിയാണ്, വഖഫ് നിയമത്തിൽ കുറച്ചും കൂടി ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് 2013 പുതിയ ബില്ല് വരുന്നത്, വഖഫ് ബില്ല് വരുന്നത്. ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ ഐക്യകണ്ഠേന പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം. പ്രതിപക്ഷം പോലും ഒന്നും പറഞ്ഞില്ല, അവര് പോലും ഇതിനെ പിന്തുണച്ചു. ഐക്യകണ്ഠേന പാസാക്കിയ ഒരു നിയമമായിരുന്നു 2013 വഖഫ് നിയമം എന്ന് പറയുന്നത്. അത് വന്നിട്ട് 10 വർഷമല്ലേ ആയിട്ടുള്ളൂ. 10 വർഷമായപ്പോഴേക്കും ഒരു നിയമം മാറ്റാൻ വേണ്ടി വിധത്തിലുള്ള എന്തെങ്കിലും സംഭവം ഇവിടെ സംഭവിച്ചോ? അല്ലെങ്കിൽ ഈ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഠനം നടത്തിയോ? ഞാൻ നേരത്തെ പറഞ്ഞു 2013 നിയമം വന്നപ്പോൾ 3 പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, 3 കമ്മിറ്റികളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. 2024 ഈ പറയുന്ന പുതിയ വഖഫ് നിയമം വന്നപ്പോ എന്തെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ? ഒരു സുപ്രഭാതത്തിൽ പാർലമെന്റിൽ വന്നിട്ട് അത് അവതരിപ്പിച്ചു. പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ ബഹളം മൂലം മാത്രം അന്ന് ഞങ്ങളൊന്ന് JPC-യിലേക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോ ഏതോ ഒരു നിയമം അവിടെ അവതരിപ്പിച്ചതിന് ശേഷം പ്രതിപക്ഷത്തിന്റെ ബഹളം കൊണ്ട് മാത്രം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വിട്ട ഒരു നിയമം. പിന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിൽ നടന്ന നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. 40ഓളം അമെൻമെന്റുകളാണ്, ഭേദഗതികളാണ് പ്രതിപക്ഷം ശുപാർശ ചെയ്തത്. ഒരെണ്ണം പോലും അവർ സ്വീകരിച്ചില്ല. ഭരണപക്ഷത്തെ MP-മാരായിട്ടുള്ള JPC അംഗങ്ങൾ പറഞ്ഞ പല ഭേദഗതികളും അവർ സ്വീകരിച്ച് അങ്ങനെ രണ്ടാമതും ആ ബില്ല് അവിടെ അവതരിപ്പിക്കാനുണ്ടായത്. അപ്പൊ ഇങ്ങനെ ഒരു പഠനവും ഒരു കാരണവും ഇല്ലാതെ രണ്ടാമത്തെ ബില്ല് കൊണ്ടുവന്നു. അപ്പൊ അത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോയപ്പോ കോടതിയിൽ ഇപ്പോ ഈ ഒരു സമയമായത് കാരണം എനിക്കറിയാം കോടതിയിൽ എന്താ നടന്നതെന്നുള്ളത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം കൊടുത്തു. എന്തുകൊണ്ട് അവര് ഈ 10 വർഷത്തിനിടയിൽ രണ്ടാമത് ഒരു നിയമം കൊണ്ടുവരാൻ നിർബന്ധിതരായി എന്നുള്ളത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ സത്യവാങ്മൂലത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? അവര് പറഞ്ഞു, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ വഖഫ് സ്വത്തുക്കളുടെ എണ്ണം 116% വർദ്ധിച്ചു. അപ്പൊ അതുകൊണ്ട് വർധനവിന്റെ കാരണം, കേന്ദ്ര സർക്കാർ പറയുകയാണ്, വർധനവിന്റെ കാരണം 2013 നിയമത്തിലുണ്ടായ പല വകുപ്പുകളും ദുരുപയോഗപ്പെടുത്തി പലരുടെയും സ്വത്തുക്കൾ കൈക്കലാക്കി, അങ്ങനെയാണ് ഈ 10 വർഷം കൊണ്ട് 116% കൂടിയത് എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം പറഞ്ഞത്. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 2024 നിയമം കൊണ്ടുവന്നത്. ഇതാണ് അവരുടെ ന്യായം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവർ ന്യായീകരിച്ചത്. അതിന്റെ വസ്തുത എന്താണെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. 2013 നിയമപ്രകാരമാണ് ഇത് ഡിജിറ്റലൈസ് ചെയ്തത്. അതായത് എത്ര വഖഫ് സ്വത്തുക്കൾ ഉണ്ട് എന്ന് ഡിജിറ്റലായിട്ട്, അതായത് നമ്മൾ ഇമെയിലിൽ കൂടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി നമ്മൾ വഖഫ് രജിസ്റ്റർ ചെയ്തു.
അതിന് വേണ്ടിയിട്ട് വഖഫ് ബോർഡിന്റെ ഒരു പ്രത്യേക പോർട്ടൽ ഉണ്ടായിരുന്നു. ആ പോർട്ടലിൽ നമ്മൾ ഏതെല്ലാം വഖഫ് സ്വത്തുക്കളുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് 2013 തുടങ്ങിയത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയ സംഗതികൾ വെച്ച് നോക്കിയിട്ടാണ് ഇവർ ഈ പറയുന്നത്. ഇവർ ഈ പറഞ്ഞ കണക്കുകൾ, ആ കണക്കുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കണക്കുകൾ ബഹുരസമാണ്. കണക്കുകൾ പ്രകാരം അവർ പറയുന്നത് അനുസരിച്ചിട്ട് ഡൽഹിയിൽ 2013 ആകെ ഉണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് നാമമാത്രമായിട്ടുള്ള വഖഫ് സ്വത്തുക്കളായിരുന്നു. പക്ഷേ 2024 ആയപ്പോഴേക്കും അതിന്റെ എണ്ണം വല്ലാതെ അങ്ങോട്ട് കൂടി എന്നുള്ളതാണ് അവരുടെ വാദം. അത് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു സീരിയസ്നെസ് ആണ്. അവർ പറയുന്നത് ഡൽഹിയിൽ 2013 ആകെ ഉണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കൾ 9 ആണ്. വെറും 9 എണ്ണം മാത്രമേ ഉള്ളൂ. 2024 ആയപ്പോഴേക്കും 1038 വഖഫ് സ്വത്തുക്കളായി. അത്രമാത്രം വർധനവ്. ജമ്മു കാശ്മീരിൽ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ 2013 വരെ. ഒരെണ്ണം, ഒരു വഖഫ് സ്വത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് 2024 ആയപ്പോഴേക്കും 32,532 യു പിയിൽ ഒന്നും ഉണ്ടായില്ല, 0 വഖഫ് സ്വത്തുക്കൾ 0. 2013 വരെ ഒരു വഖഫ് ഉണ്ടായില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ 2024 ആയപ്പോഴേക്കും 15,378. അപ്പൊ അത് കണ്ടില്ലേ, ഇത്രമാത്രം വർധനവ് കണ്ടില്ലേ? ഈ വർധനവിന്റെ കാരണം എന്താണ്? ഈ വർധനവിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 2013 നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് കാണുന്ന സ്വത്തുക്കളെല്ലാം വലിച്ച് അത് വഖഫാണ് എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്യുകയാണ്, വിജ്ഞാപനം ചെയ്യുകയാണ്. എന്നാൽ സത്യം എന്താണ്? ഈ പറയുന്ന വഖഫ് സ്വത്തുക്കൾ പഴയ വഖഫ് സ്വത്തുക്കൾ തന്നെയാണ്. അന്നൊന്നും ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വഖഫ് ബോർഡിന്റെ ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടായിരുന്നില്ല. അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2013 നിയമത്തിലാണ് ആ സൗകര്യം വന്നത്. ആ സൗകര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായ നമ്പറാണ്. അപ്പോ ഓൾറെഡി ഉണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കൾ ഒന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായ നമ്പറുകൾ, ശരിയായിട്ടുള്ള നമ്പറുകൾ വന്നപ്പോൾ അവര് പറയുകയാണ് അന്ന് 0, ഇന്ന് ഇത്രയായിരുന്നു, ഇത്ര ശതമാനം വർധനവുണ്ടായി. അതുകൊണ്ട് ആ നിയമത്തിലുള്ള അപാകത മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നത്. എന്തൊരു ന്യായീകരണം! പിന്നെ പുതിയ നിയമത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഭൂമി തട്ടിയെടുക്കാനുള്ള ശുദ്ധ തട്ടിപ്പാണ്. ഭൂമി തട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. ഉപയോഗം കൊണ്ട് വഖഫായിട്ടുള്ള ഒരുപാട് സ്വത്തുക്കളുണ്ട്. വർഷങ്ങളായിട്ട് 100, 200, 300, 400 വർഷം പഴക്കമുള്ള വഖഫ് സ്വത്തുക്കൾ. അത് വലിയ ഈദ്ഗാഹുകളുണ്ട്, വലിയ ഖബർസ്ഥാനുകളുണ്ട്, മദ്രസകളുണ്ട്, പള്ളികളുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണ്. ഉപയോഗം കൊണ്ട് വഖഫായിട്ടുള്ള സ്വത്തുക്കളാണ്. അപ്പൊ അങ്ങനെ ഉപയോഗം കൊണ്ട് വഖഫായിട്ടുള്ള സ്വത്തുക്കളിൽ രേഖകളൊന്നും ഉണ്ടാവുകയില്ല. രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് നാമേ ഉണ്ടാവുകയില്ല. ആരാണ് വാക്കിഫ് എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ 300 വർഷമായിട്ടോ 400 വർഷമായിട്ടോ വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കളാണ്. അത് വഖഫ് സ്വത്തായിട്ട് തന്നെയാണ് നമ്മുടെ നിയമം അംഗീകരിച്ചിരുന്നത്. ഇപ്പോഴത്തെ നിയമം പറയുകയാണ് അങ്ങനത്തെ ഏതെങ്കിലും വഖഫ് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും വഖഫ് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇനി സംരക്ഷണം കിട്ടുകയില്ല. ഇനി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത അങ്ങനത്തെ വഖഫ് സ്വത്തുക്കൾ ഉണ്ടെങ്കിലോ ഞങ്ങൾ തൽക്കാലം സംരക്ഷിക്കാം. പക്ഷേ ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാർ തന്നെ തർക്കം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അതിന്റെ വഖഫ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് നിൽക്കും എന്ന്. അതായത് വർഷങ്ങളായിട്ട് ഒരു കെട്ടിടം പള്ളിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, വഖഫായിട്ട് നമ്മൾ അതിനെ കണ്ടുകൊണ്ടിരുന്നിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി കഴിഞ്ഞ് ആ സർക്കാർ ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ഇത് തർക്കമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നിയാൽ മാത്രം മതി, ആ നിമിഷം അത് വഖഫ് അല്ലാതായി മാറും. അതൊരു വല്ലാത്തൊരു നിയമമാണ്. സാധാരണ നമുക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ, എന്റെ ഭൂമിയിൽ മറ്റൊരാൾ അതിക്രമിച്ച് കയറി എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എന്താണ് ചെയ്യാൻ പോകുന്നത്? കോടതി പറയും സ്റ്റാറ്റസ് കോ, തൽസ്ഥിതി തുടരൂ എന്ന് പറയും. അതിനുശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒരു വിധി ഉണ്ടാകുന്നത്.
ഇവിടെ അതൊന്നും വേണ്ട. 400 വർഷം പള്ളിയാണെങ്കിൽ പോലും ഒരാൾ തർക്കം ഉന്നയിച്ചാൽ മതി. ആ തർക്കം കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന് തർക്കമായിട്ട് തോന്നുകയാണെങ്കിൽ, ബോധ്യപ്പെടുകയാണെങ്കിൽ ആ നിമിഷം അത് പള്ളി അല്ലാണ്ടായി മാറുകയാണ്, വഖഫ് സ്വത്ത് അല്ലാണ്ടായി മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നു. പരാതിക്കാരാരാണ്? കേന്ദ്ര സർക്കാരാണ് പരാതിക്കാരൻ. പരാതിക്കാരന്റെ പരാതി കേൾക്കുന്ന ജഡ്ജി എന്ന് പറയുന്നതും കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ. അപ്പൊ എനിക്ക് പരാതി ഉണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയുന്നു. ഞാൻ തന്നെ ഒരു വിധി അതിനകത്ത് എഴുതിയിട്ട് പറയുന്നു, ഇത് എന്റെ ഭൂമിയാണെന്ന് പറയുന്നു. പുതിയ നിയമമാണത്. അപ്പൊ ആ തരത്തിൽ ഒരു നിയമം വരികയാണെങ്കിൽ എവിടെ നീതി കിട്ടാനാണ്? എന്തിനു വേണ്ടി ഇത് കൊണ്ടുവന്നു? കണ്ണായിട്ടുള്ള ഏതെങ്കിലും ഭൂമി ഡൽഹിയിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ പറയുകയാണ് തർക്കമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ആ നിമിഷം ആ കണ്ണായ ഭൂമി എന്ന് പറയുന്ന വഖഫ് സ്ഥലം അത് വഖഫ് അല്ലാതായി മാറുകയാണ്. വഖഫ് അല്ലാതായി മാറി, അത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമിയായി മാറി. ഇങ്ങനെ ഭൂമികളെ, വഖഫ് സ്വത്തുക്കളായിട്ടുള്ള ഭൂമികളെ എങ്ങനെ കൈവശം വെക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ഊടുവഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ വഖഫ് നിയമം. വഖഫ് നിയമങ്ങൾ എന്തിനാണ് ശരിക്കും കൊണ്ടുവന്നിരുന്നത്? വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നിരുന്നത്. പുതിയ വഖഫ് നിയമം എന്താണ്? വഖഫായിട്ട് രജിസ്റ്റർ ചെയ്ത ഭൂമികൾ പോലും സർക്കാരിന്റെ കൈവശത്തിലേക്ക് വരുത്താനുള്ള ഒരു ഉപാധിയാണ് പുതിയ വഖഫ് നിയമം എന്ന് പറയുന്നത്. വേറൊരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ വലിയ പഴക്കമുള്ള പള്ളികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300-400 വർഷം പഴക്കമുള്ള പള്ളികളുണ്ട്. ഈ പള്ളികളൊക്കെ ഏൻഷ്യന്റ് മോണുമെന്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിയിലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിപാലനം നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ആയിരിക്കും. പക്ഷേ അതിന് ഉടമസ്ഥാവകാശം വഖഫ് ബോർഡ് തന്നെയായിരിക്കും. പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള പള്ളികളുടെ ഉടമസ്ഥാവകാശവും ഇനിയിപ്പോ ആർക്കിയോളജിക്കൽ സർവേയിലേക്ക് പോകും. നിങ്ങൾക്ക് നമസ്കരിക്കാം, പക്ഷേ അതിന്റെ പരിപാലനവും ഉടമസ്ഥാവകാശവും ആർക്കിയോളജിക്കൽ സർവേയിലേക്ക് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പള്ളികൾ, ഒരുപാട് മദ്രസകൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ളത്, വർഷങ്ങൾ പഴക്കമുള്ള ഏൻഷ്യന്റ് മോണുമെന്റ്സ് ആക്ടിന്റെ അടിയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അതോടുകൂടി വഖഫിന്റെ ഉടമസ്ഥതയിൽ നിന്ന് മാറിക്കഴിയും. അപ്പൊ ഇങ്ങനെ ഓരോ വകുപ്പുകളും നമ്മൾ കീറി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു സംഗതി എന്താണ്? വ്യക്തമാകുന്ന ഒരു സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. വഖഫ് സംരക്ഷണത്തിന് പകരം വഖഫുകളെ എങ്ങനെ കൈക്കലാക്കാമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു കുരുട്ടു ബുദ്ധിയുടെ ഫലമായിട്ടാണ് ഈ പുതിയ നിയമം വന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം. അതിൻ്റെ ഇടയിലാണ് വഖഫ് ബോർഡിന്റെ മാനേജ്മെന്റിൽ പോലും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവിടെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യങ്ങൾ പല ലക്ഷ്യങ്ങളുണ്ടാവും, പലതരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും. സാമൂഹ്യപരമായിട്ടുള്ള ലക്ഷ്യമുണ്ടാകും, രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാകും. സാമൂഹ്യപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വഖഫ് എന്ന് പറയുന്നത്, വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ ആതുരാലയങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം കൈക്കലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആ വഖഫ് സംരക്ഷണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ ഒരു കണിക പോലും കിട്ടുകയില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സമുദായം വൈകാരികമായി നേരിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഒരു മുസ്ലിം പ്രശ്നമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഇതിനെ നമ്മൾ മുസ്ലിം വിഷയമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഇത് മുസ്ലിം വിഷയമല്ല, ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണ്. ഇത് ഭരണഘടനാ ധ്വംസനമാണ്. ഭരണഘടനയിൽ നമുക്ക് തന്നിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ ധ്വംസനം തന്നെ, യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. നാം ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. നമ്മുടെ ഭരണഘടന തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
കോടതികളെ സംബന്ധിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിയമം പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ അത് അസാധുവാക്കാനുള്ള എല്ലാവിധത്തിലുള്ള അധികാരവുമുണ്ട്. നമ്മളത് കണ്ടിട്ടുമുണ്ട്. 5-6 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് പാർലമെന്റ് ഇരുസഭകളും പാസ്സാക്കിയ ഒരു നിയമം, ജഡ്ജിമാരുടെ നിയമനത്തെ കുറിച്ചിട്ടുള്ളൊരു നിയമമാണ്. ആ നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് പാർലമെന്റ് ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള ആ നിയമം സുപ്രീം കോടതി റദ്ദാക്കി. അപ്പൊ ഒരു നിയമം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ വിരുദ്ധത മാത്രം കാണിച്ചാൽ മതി, സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാൻ പറ്റും. നമ്മളുടെ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നാണ്. അതായത് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. അതാണ് നമ്മുടെ മതേതരത്വം. ആ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു തിരുത്താണ് ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നാണ്. നിങ്ങൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട്, ഇവിടുത്തെ അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ആ പറയുന്നത്. പക്ഷെ ആ മതേതരത്വത്തിന്റെ നിർവചനം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിയമനിർമ്മാണശാലകൾ ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സിക്യൂട്ടീവ് എന്താണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഛത്തീസ്ഗഡില് വഖഫ് ബോർഡുകളാണ് ഇപ്പോ വെള്ളിയാഴ്ചകളിലെ ജുമായ്ക്കുള്ള കുത്തുബയിൽ എന്താണ് ഓതേണ്ടത് എന്നുള്ളത്, പറയേണ്ടത് എന്നുള്ളത് ഇമാമുമാർക്ക് കൊടുക്കുന്നത്. ഇതിൽ പരം കടന്നുകയറ്റം എന്താണ് ഇനിയിപ്പോ നമുക്ക് നേരിടാനുള്ളത്? വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ, ജുമാ പ്രസംഗത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് വഖഫ് ബോർഡ് അയച്ചു കൊടുക്കും. ഛത്തീസ്ഗഡിൽ വഖഫ് ബോർഡ് അയച്ചു കൊടുക്കും. അത് മാത്രമേ പറയാൻ പാടുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാൻ പാടില്ല. എക്സിക്യൂട്ടീവിന്റെ കടന്നുകയറ്റം. ഉത്തർപ്രദേശിൽ അവിടെയുള്ള എല്ലാ വാണിജ്യ കടകളും അവരുടേതായിട്ടുള്ള പേരും മേൽവിലാസവും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ള മറ്റൊരു കാര്യം. നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടതാണ്. മീഡിയ വണ്ണിന്റെ കേസിൽ സംഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. മീഡിയ വണ്ണിന്റെ കേസിൽ സംഭവിച്ചത് അവസാനം കോടതിയുടെ ഉത്തരവിൽ കൂടിയാണ് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ മീഡിയ വണ്ണിന്റെ ലൈസൻസ് പിന്നീട് പുതുക്കാത്തതെന്ന്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇത് മുസ്ലിങ്ങളുടെ കോസുകൾ മാത്രം ഉയർത്തുന്ന ഒരു ചാനലാണ് എന്നുള്ളത്. അതാണ് മെയിൻ കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് എന്നാണ് അവർ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ മുസ്ലിം പ്രശ്നങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിന്റെ ലൈസൻസ് തന്നെ ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ പുതുക്കാതിരിക്കാൻ പറ്റും എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാരണമായിട്ട് അവർക്ക് തോന്നുകയാണ്. ഇപ്പൊ ഇന്നലെ ഹൈക്കോടതിയിൽ ഒരു സിനിമയുടെ കേസിൽ ഞാൻ ഹാജരായി. ജാനകി എന്ന് പറയുന്ന ഒരു സിനിമയുടെ കേസിൽ ആ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അതിന്റെ കാരണമായിട്ട് ഇന്നലെ അവരുടെ അഫിഡവിറ്റിൽ പറയുകയാണ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സെൻസർ ബോർഡ് ഇന്നലെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റിൽ പറയുകയാണ്, ജാനകി എന്ന് പറയുന്നത് സീതാദേവിയുടെ ഒരു പര്യായമാണ്. അപ്പൊ ജാനകി എന്ന് പറയുന്ന കഥാപാത്രം ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് ഇരയാകുമ്പോൾ അവളെ സഹായിക്കാൻ വന്നത് ആ കഥാപാത്രത്തിന്റെ പേര് മറ്റൊരു മതവിഭാഗക്കാരനാണ്. മാത്രമല്ല ജാനകിയുടെ വക്കീലായിട്ട് കോടതിയിൽ വിചാരണയ്ക്ക് വന്നത് അത് മറ്റൊരു മതവിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കുക? അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്. എന്തൊരു വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ്. നമ്മളുടെ നാട് എവിടം വരെ എത്തി എന്നുള്ളതാണ്. ഈ തരത്തിലുള്ള ഒരു വാദങ്ങളുമായിട്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് വരുന്നതെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കിയ ഭരണഘടനയും ആ ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ നടക്കുന്നതെന്നുള്ളതാണ്. ഇങ്ങനത്തെ സത്യവാങ്മൂലങ്ങളെല്ലാം കോടതിയിൽ അവർക്ക് ഫയൽ ചെയ്യാനുള്ള ധൈര്യം വരെ കിട്ടുന്നത് രണ്ടാമൊന്ന് വായിച്ചു നോക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. മീഡിയ വണ്ണിന്റെ കേസിൽ പറഞ്ഞു, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ചാനൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ലൈസൻസ് പുതുക്കാത്തതെന്ന്.
നമ്മളത് എങ്ങനെ അറിഞ്ഞത്? നമുക്കത് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. കാരണം ഇവര് സീക്രട്ട് ഫയൽ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. ആ സീക്രട്ട് ഫയൽ ആരെയും കാണിക്കുന്നില്ല. നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കി തരില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സീക്രട്ട് ഫയലിൽ കിട്ടിയിരിക്കുന്ന ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ സീക്രട്ട് ഫയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അത്രമാത്രം സീക്രട്ടും ഭയാനകവുമാണ്. അവസാനം സുപ്രീം കോടതി കേസ് കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളെ കാണിക്കാൻ പറഞ്ഞു. അവരെ ഫയൽ കാണിച്ചു കൊടുത്തു. അവരെ ഫയൽ കാണിച്ചു കൊടുത്തതിന്റെ 2ാമത്തെ ദിവസം സുപ്രീം കോടതി വിധിയും വന്നു. വിധി വന്നത് മാത്രമല്ല, ഈ ഫയലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെല്ലാം സുപ്രീം കോടതി അതിന്റെ വിധിന്യായത്തിൽ എഴുതി വെച്ചു. അപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. അപ്പൊ ഇത്രമാത്രം ബാലിശമായിട്ട് ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭരണഘടനാ മൂല്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഈ ക്യാബിനറ്റിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ പോലും എടുക്കാത്ത ഒരു മന്ത്രിസഭയാണ്. അപ്പൊ ഇവരിൽ നിന്ന് അതാ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ അല്പമെങ്കിലും മാന്യത എല്ലാം പ്രതീക്ഷിച്ചു. പക്ഷെ അതെല്ലാം തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്കോളർഷിപ്പ് ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഉത്തരവുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ 100% സ്കോളർഷിപ്പും മുസ്ലിം വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട ഒരു സ്കീം, അതിനകത്ത് 80% മുസ്ലിങ്ങൾക്കും ബാക്കിയുള്ള 20% ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു സർക്കാരിന്റെ മഹാമനസ്കത കൊണ്ട് 80-20 എന്നുള്ളൊരു ഫോർമുലയിൽ കൊടുത്തു. 100% മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് അർഹതപ്പെട്ടൊരു സംഗതിയായിരുന്നു. ആ 80-20 എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. എന്താ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പോ? 80% അവർക്കോ 20% മാത്രമേ മറ്റുള്ളവർക്കുള്ളൂ എന്നുള്ളത്. എന്നാൽ അവിടെ സർക്കാരിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താവുന്ന കാര്യമായിരുന്നു. ഞങ്ങളിത് കൊടുത്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ്. പക്ഷെ അതൊന്നും പറയാതെ അത് കോടതിയിൽ പോയി കോടതിയെ കൊണ്ട് റദ്ദാക്കിച്ചു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് അവർക്ക് കിട്ടുന്നില്ല. അത് 2ാമത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. വർഷങ്ങളായി ഇപ്പം അത് മുടങ്ങിക്കിടക്കുന്നു. ആ സ്കോളർഷിപ്പ് മുടങ്ങിക്കിടക്കുന്നു. അതിനുശേഷം വരുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിശ്വാസികളുടെ വിശ്വാസം പ്രമാണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വ്രണപ്പെടുത്തലുകളില്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു സർക്കാർ അത് എങ്ങനെ വ്രണപ്പെടുത്താൻ പറ്റുമെന്നുള്ള തീവ്രമായിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മദ്രസ സമയമാറ്റം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഒരു സമ്പ്രദായമുണ്ടെങ്കിൽ ആ സമ്പ്രദായത്തിൽ ഒരു മാറ്റം വരുത്തണമെന്നുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാകുമ്പോൾ ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? സമസ്തയല്ലേ ആദ്യം വിളിക്കേണ്ടത്? അവർക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതാണ് അതെല്ലാം. ആരുടെ അടുത്തും ഒരു ആശയവിനിമയമില്ലാതെ അവർക്ക് തോന്നുന്ന പാടിയിട്ടുള്ളൊരു ഒരു തീരുമാനം. എന്തിനാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പോരാടുന്നത്? വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ കുറച്ച് കൊടുക്കണമെന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. അതേപോലെ അവരുടെ മാതാപിതാക്കളുണ്ടാവും. അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? തങ്ങളുടെ കുട്ടിക്ക് ഈ പറയുന്ന പോലെ വിശ്വാസപരമായിട്ടുള്ള മതപരമായിട്ടുള്ള പഠനം കിട്ടുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും വേണമെന്നുള്ളതാണ്. അങ്ങനെയവർക്ക് ചിന്തിക്കാൻ പാടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മതപഠനം എന്ന് പറയുന്നത് നമ്മളുടെ ഇതിന്റെ എല്ലാം ഭാഗമാണ്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരുപാട് കുട്ടികളെ ബാധിക്കും, ഒരുപാട് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നുള്ളത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മനസ്സിലാകാതെ പോയത് വലിയ രീതിയിൽ ആശ്ചര്യം തന്നെ ഉളവാക്കുകയാണ്. ഇങ്ങനത്തെ വിവാദ തീരുമാനങ്ങളെല്ലാം എടുത്ത് സമുദായത്തെ പ്രകോപിപ്പിക്കുകയും
ഇതിലൂടെ സാമുദായിക ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഡാൻസിന്റെ വിഷയം കണ്ടു, സൂംബ ഡാൻസിന്റെ വിഷയം കണ്ടു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോ എന്തുകൊണ്ട് ചർച്ചകളിൽ ഏർപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്നില്ല? മതനിരാസം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ ആശയമായിരിക്കാം, പക്ഷെ നമ്മളിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എല്ലാവരും വസിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ? ഇവിടെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് നൽകുന്ന ഒരു സംസ്ഥാനമല്ലേ? കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യവും അത് തന്നെയല്ലേ? അത് എന്തുകൊണ്ട് ഇപ്പോൾ അവർ മറന്നു പോകുന്നു? ഈ പറയുന്ന ഏതെങ്കിലും ഗൂഢലക്ഷ്യം അതിന്റെ പുറകിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം. ഈ നവ ലിബറലിസ നയങ്ങളുമായിട്ട് ധാർമ്മികത തീരെ തൊടാൻ പറ്റാത്ത രീതിയിൽ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കായി, നമ്മളുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ICUയിലായിരുന്നു. അതിപ്പോ വെന്റിലേറ്ററിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കൂ, സർക്കാർ സ്കൂളുകളിലെല്ലാം ഉള്ള അഡ്മിഷനുകളെല്ലാം എത്രമാത്രം കുറഞ്ഞു എന്നുള്ളത്. സ്വകാര്യ സ്കൂളുകളിലേക്ക് അഡ്മിഷനുകളാണെങ്കിൽ കൂടി. എന്തുകൊണ്ട്? നമ്മൾക്കുള്ള പോലത്തെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും അതേപോലെ തന്നെ അധ്യാപകന്മാരും എല്ലാം ഏറ്റവും നല്ല രീതിയിലുള്ളത് നമ്മുടെ സർക്കാർ സ്കൂളുകളിലാണ്. പക്ഷേ ഈ തരത്തിലുള്ള സർക്കാരിന്റെ നയം, ഈ നയമാണ് വിദ്യാഭ്യാസ രംഗത്തെ വെന്റിലേറ്ററിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലേക്കുള്ള സംസ്ഥയുടെ ഈ സമരപ്രഖ്യാപനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സമരപ്രഖ്യാപനവും തുടർന്നുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളും, ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നത് SKMMയുടെ സംസ്ഥാന ഭാരവാഹികളും മാത്രമാണ്. ഇതൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ ആയതുകൊണ്ടാണ് നാം ഈ ഒരു ഹാളിൽ തങ്ങുന്ന ആളുകളായിട്ട് നമ്മൾക്ക് ഇവിടെ സന്ധിക്കാൻ പറ്റിയത്. ഇനിയുള്ള ഇപ്പോൾ ബഹുമാനപ്പെട്ട MT ഉസ്താദ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മളൊരു പ്ലാൻ അവിടെ ഉണ്ടാക്കി, ആ പ്ലാനിന്റെ പ്രഖ്യാപനം നടത്തി. ഇനിയുള്ള ദിനങ്ങൾ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ദിനങ്ങളായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകുമെന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞുകൊണ്ട്, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.